ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണഞ്ചേരിയിലാണ്. ഈ കാണുന്ന ഇക്കയുടെ കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇക്കയോട് ചോദിക്കുക ഈ കടയുടെ വിശേഷം. ഇക്ക ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടല്ലോ, ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ടത്? 2 വർഷമായി. ഇപ്പൊ യൂട്യൂബ് കാരണം വൈറലായെന്നൊക്കെ പറയുന്നല്ലോ. തുടങ്ങിയത് 3 കിലോ ആയിരുന്നു. 3 കിലോയിൽ തുടങ്ങി. ഇപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോ 15 കിലോയുടെ അടുത്തായി. അവര് വന്നാണ് നമ്മൾ സെറ്റ് ആയത്. ഇതായത് തന്നെ അവരുടെ ഒരു കഴിവാണ് നമ്മൾ ഈ നിലയിൽ എത്തിച്ചത്. നെയ്ച്ചോറും ബീഫും. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 60 രൂപ മുതലാണ് തുടങ്ങിയത്. ഇപ്പം 80 രൂപയാണ്. 80 രൂപ വരെ നിൽക്കുന്നത്. ഒരു നെയ്ച്ചോറും ബീഫും എടുക്കും. അതെ. അല്ല, കൊണ്ടുപോകുന്ന രീതി. ചേട്ടൻ ഇത് തന്നെയായിരുന്നോ മുമ്പും ഈ ഫീൽഡ് തന്നെയായിരുന്നോ? അല്ല, അപ്പൊ ഇത് എത്ര മണിക്ക് തുടങ്ങും? ഇത് കറക്റ്റ് 11:30 ആകുമ്പോ എത്ര മണിയാകുമ്പോ തീരും? ഇപ്പൊ നേരത്തെ തീർന്നു. അല്ല, ഇതെടുത്തോ. കാരണം ഈ കാണുന്ന കൊച്ചു കടയിലാണ് ഈ പറയുന്ന കച്ചവടം നടക്കുന്നത്. ഇതാണല്ലേ കറി. വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി, എല്ലാം തീരാറായി. ഈ 80 രൂപക്ക് ഇത് കൊടുത്ത് നിങ്ങൾക്ക് മുതലാവോ ഈ ക്വാണ്ടിറ്റിയിൽ? വലിയ നേട്ടമില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യങ്ങൾ നമ്മുടെ ഒറ്റക്കായ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. വേറെ പണിക്കാരും ഇല്ലല്ലോ. വൈഫുമാണ്, വീട്ടിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ചോറ് ഞാനിവിടെ വെക്കും. അവളൊരു 11:30 ആകുമ്പോൾ കറി ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് പിടിച്ചിരിക്കുന്നു. ഒരാളെ നിർത്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1200 രൂപയോളം ശമ്പളം കൊടുക്കണം. നമ്മൾ രണ്ടും കൂടെ തമ്മിൽ കഷ്ടപ്പെടുന്നുണ്ട്. അത് കഴിക്കും. പിന്നെ ആൾക്കാർക്ക് നല്ല ഫുഡും കൊടുക്കാം. നല്ല ഫുഡ് കഴിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നത്. പുറത്തുനിന്ന് കഴിച്ചേച്ച് പോകുന്നവർ തന്നെ വീണ്ടും തിരിച്ചു വരുമോ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ മണ്ണഞ്ചേരി ബസ് സ്റ്റോപ്പിന്റെ എതിർവശം. മണ്ണഞ്ചേരി ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. മണ്ണഞ്ചേരി ബസ് സ്റ്റേഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കട ഇവിടെ ഉള്ളിലുള്ള കാര്യം. ആർക്കും അറിയത്തില്ലായിരുന്നു. മൊബൈലിനകത്ത് വന്ന് യൂട്യൂബിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ ഞാൻ അറിയാം, പുറത്തോട്ടൊക്കെ അറിയാൻ തുടങ്ങിയത്. അതനുസരിച്ചുള്ള എനിക്ക് മാറ്റമുണ്ട്, കച്ചവടമുണ്ട്. ചോറും തിരിഞ്ഞു സന്തോഷമായി. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത് വന്ന് കഴിച്ചു നോക്കാനുള്ളവരെല്ലാം വന്ന് കഴിച്ചു നോക്കുക.